ഹായ് ഗൈസ്, വെൽക്കം ടു സഫീസ് ഹോം ഡയറി. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ കോൾസ്ലോ സാലഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, അത് പല ടൈപ്പിലും കഴിച്ചിട്ടുണ്ടാവും. നമ്മൾ പല സ്ഥലത്തു നിന്നും ഇപ്പോൾ KFC നിന്ന് കഴിക്കും, പിസ്സ ഹട്ടിൽ നിന്ന് കഴിക്കും, അതുപോലെ പുറത്തുനിന്ന് പല സ്ഥലത്തു നിന്നും കഴിച്ചിട്ടുണ്ടാവും, പല ഫംഗ്ഷനിൽ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കെല്ലാം പല ഫ്ലേവറിലാണ് അല്ലെങ്കിൽ പല ടേസ്റ്റിലും കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ചില സമയങ്ങളിലെങ്കിലും അത് ഇഷ്ടപ്പെടാറില്ല. ചില വെജിറ്റബിൾസ് അരിഞ്ഞ് വയ്ക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടാവില്ല, ചിലതിൻ്റെ ടെക്സ്ചർ ഇഷ്ടമായിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ വീട്ടിൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഈ കോൾസ്ലോ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം. പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനപ്പോട്ടും സമയം കളയുന്നില്ല, നമുക്ക് കോൾസ്ലോ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്യാബേജും ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാബേജ് നമുക്ക് മുഴുവനായിട്ട് വേണ്ട. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പാണ് ക്യാബേജിൻ്റെ അളവ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് 1 കപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിത് അരിഞ്ഞെടുത്ത് വരുമ്പോൾ 1 കപ്പ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഈ ക്യാബേജിൻ്റെ ആവശ്യത്തിനുള്ള ലീവ്സ് ഇങ്ങനെ ഒലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പുറത്തുള്ളത് ഞാൻ അധികം അഴുക്കൊന്നും ഇതിലില്ല. അപ്പോൾ ഞാൻ പുറത്തുള്ളത് ഒരെണ്ണം റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഞാനിങ്ങനെ ഒലിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 10 ലീവ്സ് എടുക്കുന്നുണ്ട്. ഞാനത് അരിഞ്ഞെടുത്തിട്ട് 1 കപ്പ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം 1 കപ്പിന് നമുക്ക് എത്ര ലീവ്സ് എടുക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഇനി ക്യാരറ്റും ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് കണ്ടോ, ഞാനിപ്പോൾ ഒരു 10 ലീവ്സോളം നമ്മുടെ ക്യാബേജും ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റും നമുക്ക് ഇത്രയും ആവശ്യമില്ല. ഇനി ഇതേ നന്നായിട്ട് ഇത് കഴുകി എടുത്തിട്ടുണ്ട്. മാക്സിമം അതിലുള്ള വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ചിട്ട് എടുത്താലും കുഴപ്പമില്ല. കഴുകി കഴിഞ്ഞിട്ട് ആ ലീവ്സൊക്കെ ഒന്ന് തുടച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അതിൻ്റെ നടുവിലുള്ള ഹാർഡായിട്ടുള്ള പോർഷൻ നീക്കണം. അതിന് മുമ്പ് ആ ഭാഗത്തുള്ള ഒരു ഇത്തിരി കട്ടിയുള്ള ഭാഗം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കുറച്ച് മുറിച്ച് കളയാം. പിന്നെ നടുവിൽ കുറച്ച് കട്ടിയുള്ള ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാവും, അത് നമുക്ക് ഇങ്ങനെ മാറ്റണം. അതിന് ശേഷമുള്ള ഈ ഇല പോലെയുള്ള ഭാഗം മാത്രം നമ്മൾക്ക് എടുക്കാൻ മതി. നമ്മുടെ കോൾസ്ലോക്ക് അത് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. കോൾസ്ലോയിൽ നമുക്ക് പല ടൈപ്പിലും അരിഞ്ഞേക്കണത് കാണാൻ പറ്റും. ഞാനിപ്പോൾ അരിയണത് ചെറിയ സ്ക്വയർ ആയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം അതായത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടും, ഇതിലുള്ള വെജിറ്റബിൾസ് അങ്ങനെ കടിക്കാൻ കിട്ടും. അതായത് കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള ടൈപ്പ് കോൾസ്ലോ ആണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലും കോൾസ്ലോ ഉണ്ടാക്കാം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. നമുക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് സ്ക്വയർ ആയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടി ക്യാബേജ് ഇങ്ങനെ നീളത്തിൽ സ്ട്രാപ്സ് പോലെ ഇങ്ങനെ ഫസ്റ്റ് അരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ചെറിയ സ്ക്വയർസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. കണ്ടോ, അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ചെറിയ കട്ടി കുറഞ്ഞ സ്ക്വയേഴ്സ് ആയിട്ട് വരും. നമ്മൾ ഒരുപാട് വലുതാക്കി അരിയണത് എനിക്കധികം ഇഷ്ടമല്ല. ക്യാബേജൊക്കെ അങ്ങനെ കടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് വലുതായി വരുന്നത് ഇഷ്ടമല്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി അതിൻ്റെ വീതി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് കൊടുക്കാം. ഒന്നും കൂടി ചെറിയ സ്ക്വയേഴ്സ് ആയിട്ട് ഇങ്ങനെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി ചെറിയ സ്ക്വയേഴ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു രീതിയിൽ അരിഞ്ഞെടുക്കാം. എൻ്റെ ലാസ്റ്റ് ലീഫാണ് ഇത്, കുറച്ച് ഇങ്ങനെ പൊടിഞ്ഞു പോയി എങ്കിലും സാരമില്ല. അത് നടുവിലത്തെ ഇത് നീക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റാപ്സ് പോലെ അരിഞ്ഞു കൊടുത്താലും അപ്പോൾ ഒരുപാട് ലെങ്ത് ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് അരിയാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ആദ്യം കാണിച്ചത് എനിക്ക് തോന്നി ചിലർക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം, നമുക്ക് പെട്ടെന്ന് കഴിയും. ഇതിങ്ങനെ ഒരുമിച്ച് വെച്ച് ഇങ്ങനെ അരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് അരിഞ്ഞെടുത്ത് അതേപോലെ തന്നെ ചെറിയ സ്ക്വയേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അത് സെലക്ട് ചെയ്യുക. എങ്ങനെയായാലും നമുക്ക് ചെറിയ സ്ക്വയേഴ്സ് കിട്ടിയാൽ മതി. കോൾസ്ലോ മിക്കവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ആരും വിചാരിക്കേണ്ട ഇതായിരുന്നു ഇത്ര വലിയ റെസിപ്പി, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ വല്ല സജഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി അത് കൂടി ആഡ് ചെയ്യാനുള്ള ടിപ്സ് നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്യാബേജിൻ്റെ നമ്മളുടെ ജോലി കഴിഞ്ഞു.
അതുപോലെ ഹാർഡായിട്ടുള്ള പോർഷൻസ് എല്ലാം നമ്മൾ മുറിച്ച് മാറ്റിയതാണ് കിടക്കുന്നത്. അത് വേസ്റ്റാണ്, നമുക്ക് ഇനി അത് ആവശ്യമില്ല. ഇനി നമ്മൾ സാധാ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ഭാഗമാണത്. പക്ഷെ നമുക്ക് സാലഡിലേക്ക് ആവശ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ക്യാരറ്റ് എടുക്കണം. ക്യാരറ്റ് ഇതുപോലെ ഹാർഡായിട്ടുള്ള പോർഷൻ നീക്കാം. അതായത് വേസ്റ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് ആവശ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കട്ടി കുറച്ച് കാബേജിന് ഇങ്ങനെ കണ്ടോ സ്ലൈസ് ചെയ്തെടുക്കാം. ക്യാരറ്റ് നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഭയങ്കര ഹാർഡായിരിക്കുന്നുണ്ട്. നന്നായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക. കട്ടി കുറച്ച് ക്യാരറ്റ് നമ്മൾ ഈ സാലഡിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ കോൾസ്ലോയിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഇടുന്നില്ല. കാരണം ഇത് കുറച്ച് ക്രഞ്ചി ആണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ക്വയേഴ്സ് ആയിട്ട് അരിയാൻ തന്നെ പ്രിഫർ ചെയ്യണത്. നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലാണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് നമുക്കിങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ആയിട്ട്. ക്യാരറ്റും നന്നായിട്ട് കട്ടി കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം. ഈ ക്രഞ്ചി ആയിട്ടുള്ള ടെക്സ്ചർ ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലും ചെയ്യുന്നത് കാണിക്കുന്നതാണ്. ക്യാരറ്റ് അരിയണത് നമ്മളിപ്പോൾ കാബേജിൻ്റെ ഒപ്പം ഇടരുത്. കാരണം നമുക്കത് 2 ടേബിൾ സ്പൂൺ മാത്രം ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് അരിഞ്ഞ് വേറൊരു ബൗളിൽ ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ അളന്നെടുത്തിട്ട് അതിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്യാബേജും ക്യാരറ്റും എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം, ക്യാരറ്റ് കൂടരുത്. ക്യാരറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കോൾസ്ലോയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രം, 1 കപ്പ് ക്യാബേജ് അരിഞ്ഞതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനെടുത്ത ഒരു ചെറിയ ക്യാബേജാണ്. അതിന് ഏകദേശം ഒരു 10 ലീവ്സ് എടുത്തപ്പോൾ എനിക്ക് 1 കപ്പ് ക്യാബേജ് കിട്ടി. അപ്പോൾ നിങ്ങൾ വലുതാണ് എടുക്കണമെങ്കിൽ 10 ലീവ്സ് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് അളന്ന് നോക്കിയിട്ട് മാത്രം ചേർക്കാം. ക്യാരറ്റും കേബേജും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അതിലിട്ട് കുറച്ച് ഉപ്പ്, പിന്നെ പഞ്ചസാര ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കണം. ഞാനിപ്പോൾ കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ. നമുക്ക് മയോണൈസ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ചേർക്കാം. പിന്നെ ഒരു പിഞ്ച് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ വൈറ്റ് വിനീഗറാണ്. അപ്പോൾ അതും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്താൽ മതി. നമ്മൾ കൈ വെച്ച് ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ട. അങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ പോലെ അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമുക്ക് കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ജസ്റ്റ് സ്പൂൺ വെച്ച് എല്ലാ വശത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അങ്ങനെ മിക്സ് ആക്കി കഴിഞ്ഞാൽ ഒരു വശത്തേക്ക് ഇങ്ങനെ എല്ലാം നീക്കി വെക്കാം. ഇനി നമുക്ക് മയോണൈസ് ചേർക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ള മയോണൈസാണ്. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ മയോണൈസ് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെയും കൊടുക്കാം. ഒരു പെർഫെക്റ്റ് കോൾസ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 50% ക്യാബേജും 5% മാത്രം ക്യാരറ്റും പിന്നെ ബാക്കി 45% മയോണൈസാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണിന് മേലെ, 4 ടേബിൾ സ്പൂൺ നിറച്ചില്ല, 3 ടേബിൾ സ്പൂണിന് മേലെ ആയിട്ട് മയോണൈസ് ചേർത്തിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് ക്യാബേജ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റും അതോടൊപ്പം തന്നെ 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ മയോണൈസും ചേർക്കാവുന്നതാണ്. പിന്നെ അപ്പോൾ നമുക്കിതെല്ലാം ആഡ് ചെയ്യാം. പിന്നെ ഞാൻ മയോണൈസിന് എല്ലാം ഉണ്ടാവുമല്ലോ ഫ്ലേവറും ടേസ്റ്റും ഷുഗറെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഇതിൽ ഫസ്റ്റ് മിക്സ് ചെയ്തപ്പോൾ ഷുഗർ കുറച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്ത് കുറവുണ്ടെങ്കിലും വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അത് നോക്കുമ്പോൾ എന്താണ് ടേസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിന് എനിക്ക് മധുരം കുറച്ച് കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് 2 ടേബിൾ സ്പൂൺ ഷുഗർ തന്നെ നമുക്ക് 1 കപ്പ് ക്യാബേജിലേക്ക് ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കോൾസ്ലോ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് നമ്മൾ മിക്സ് ചെയ്യുകയും ചെയ്യരുത്. എല്ലായിടത്തേക്കും സ്പ്രെഡായി കഴിഞ്ഞു, നമ്മുടെ മയോണൈസ് എല്ലായിടത്തും സ്പ്രെഡായി കഴിഞ്ഞു എന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ മിക്സ് ചെയ്യൽ നിർത്തണം.
അപ്പോൾ നമ്മുടെ കോൾസ്ലോ റെഡി ആയിട്ടുണ്ട്. ഞാൻ പല റെസിപ്പീസിലും കണ്ടിട്ടുണ്ട് മോര്, പാല് അല്ലെങ്കിൽ സവാള അങ്ങനെയുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു പെർഫെക്റ്റ് കോൾസ്ലോയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നമ്മളുടെ ആ മെഷർമെൻറ്റ്, ആ പ്രൊപ്പോർഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ മയോണൈസും നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മുടെ ഫ്ലേവറിലുള്ള ഒരു കോൾസ്ലോ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം സഫീസ് ഹോം.